ഹോൻജോ ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺഹോയുടെ അടുത്ത് നിന്നും അവൾക്ക് മെസ്സേജസ് ഒക്കെ വരികയാണ്. നീ എന്റെ കോൾസ് ഒക്കെ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിന്നെ പ്രൊജക്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു അവന്റെ മെസ്സേജസ്. അങ്ങനെ ഇരിക്കെ അവളും നേരത്തെ അവനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. അവന്റെ അടുത്തേക്കൊക്കെ അവൾ ചെന്ന സമയത്ത് അവൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവളുടെ കയ്യിൽ അവനെ കാണിക്കുവാനായിട്ടൊരു പേപ്പറുമുണ്ട്. അന്ന് അവൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്ന പാക്കറ്റൊക്കെ അവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ചതിന് ശേഷമായിരുന്നു അവനും പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം അവളും ഹോയിങ്ങിന്റെ ക്ലാസ് റൂമിന് മുമ്പിലൊക്കെ എത്തിയിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ സാങ്പിലും കാണുകയാണ്. പിന്നീട് സാങ്പില് ക്ലാസ്സിനകത്തേക്കൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ഹോയിങ് സ്കൂളൊക്കെ ഉപേക്ഷിച്ച് US പഠിക്കുവാനായിട്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ബോർഡിൽ എഴുതിയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ അവനും കാണുന്നത്. അവളുടെ കയ്യിൽ നിന്നും പേപ്പറൊക്കെ താഴേക്ക് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ഭാവിയിൽ ആരാകുവാനായിട്ടാണ് ആഗ്രഹമെന്ന ഒരു ഫോമിലേക്ക് അവൾ അവളുടെയും ഹുയേങ്ങിന്റെ പേര് ഒരുപോലെ എഴുതിയിട്ട് അവൻ ആഗ്രഹമുണ്ടായിരുന്ന ആ ഒരു പൊസിഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ തിരിച്ചെത്തിയതൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ വീണ്ടും ജൂൺഹോ ഒരുപാട് മെസ്സേജസ് ഒക്കെ അവൾക്ക് അയക്കുകയാണ്. ഞാൻ നിന്നെ പ്രൊജക്ടിൽ നിന്നും നീക്കം ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. നീ അതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് ആകെ വയ്യാതെയൊക്കെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ സാരമില്ല, ഞാൻ പറഞ്ഞതെല്ലാം തന്നെ നീ അങ്ങ് മായിച്ച് കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ മെസ്സേജസ് ഒക്കെ അയക്കുന്നത്. അവൻ സ്വഭാവത്തോടു കൂടി അല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൊരു മെസ്സേജ് അയച്ചതിന് ശേഷം രണ്ടാമത്തെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും അവൻ പറയുക. പിറ്റേ ദിവസം രാവിലെ അവള് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മനസ്സൊക്കെ കൺട്രോൾ ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു നമ്മുടെ സാങ്പിൽ അവളുടെ വീട്ടിലേക്കൊക്കെ എത്തുന്നത്. സാങ്പിൽ ഒരു ട്രിപ്പിനൊക്കെ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ അവളും ആ ഒരു ട്രിപ്പിൽ വരണമെന്നും സാങ്പിൽ പറയുന്നു. അവൾക്ക് കാല് വയ്യാതെ ഇരിക്കുകയാണ്. ട്രിപ്പിനൊന്നും വരുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴാകട്ടെ, ഇന്നലെ നീ റെസ്റ്റോറന്റിൽ വന്നതിന് ശേഷം ഓടി പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിന് നീ വന്നേ മതിയാക്കൂ. പിന്നെ നീ ആയിട്ട് വണ്ടി ഒന്നും ഓടിക്കണ്ട. നീ വെറുതെ ഒന്ന് വന്നാൽ മാത്രം മതി എന്നൊക്കെ സാങ്പിലും പറയുന്നു. പക്ഷെ ഹോൻചുവും ഹോയിങ്ങിനെയും കൂടി കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഹോയിങ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് നമ്മുടെ അങ്കിൾ കൂടി ആ ഒരു വണ്ടിയിലൊക്കെ ഉണ്ട്. മാത്രമല്ല ഹൈജിയും ക്ലാസ് ഒക്കെ നേരത്തെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ കൂടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാങ്പിലും വാശി പിടിക്കുന്നു. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വർക്കൊക്കെ ചെയ്ത് ഞാൻ ആകെ മടുത്തിരിക്കുകയാണ്. നീയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഫുൾ ടൈം വർക്കിലൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്തായാലും നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാങ്പില് വാശി പിടിക്കുമ്പോഴത്തേക്കുമാണ് അവളും ഹോയിങ് ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്കെന്തോ ഒരു ചമ്മല് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്നൊക്കെ അവന്റെ അടുത്തും രഹസ്യമായിട്ടൊക്കെ പറയുന്നത്. പക്ഷെ സാങ്പിലിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ സാങ്പില് നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. അങ്കിൾ ആകെ മൂഡ് ഓഫ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. റീസൺ എന്താണെന്നൊന്നും പറയുന്നില്ല. അങ്കിള് മൊത്തത്തിൽ തലവേദന എടുക്കുന്നു, അതുകൊണ്ട് കിടക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഹോയങ്ങാകട്ടെ ഫുൾ ടൈം നമ്മുടെ ഹോഞ്ചിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരിടത്ത് വണ്ടിയൊക്കെ നിർത്തുമ്പോഴത്തേക്കും അങ്കിളും ഛർദ്ദിക്കുവാനായിട്ട് ഇറങ്ങി ഓടുന്നു. ഇനി കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നും സാങ്പിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഹോഞ്ചിനു കൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സാങ്പിലും അവളെ വലിയ കാര്യമാക്കാതൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം തന്നെ ഹോയങ്ങാണ്. ഇന്നലെ നീ എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും എന്നെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നതും എല്ലാം തന്നെ മറക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ആ രീതിക്കൊക്കെ മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഫേസ് ചെയ്യുവാനായിട്ട് പോലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഒരിക്കലും ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ നീ മറക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ ഹോയിങ്ങും പറയുന്നു. പിന്നീട് അവളും വാഷ്റൂമിലേക്കൊക്കെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഹുയിങ് തന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊരു സംശയമൊക്കെ അവൾക്കുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും അവനെ വലിയ കാര്യമൊന്നും ആക്കാതെ തന്റേതായ രീതിയിൽ ഈ ഒരു ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യുവാനായിട്ട് അവളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ സാങ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞാൻ വണ്ടി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഹോഞ്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹോഞ്ചുന് ഇപ്പോഴും തന്നെ കാലിന് പരിക്കൊക്കെ പറ്റിയതാണല്ലോ. അതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് ഓടിക്കുവാനായിട്ട് ഹോഞ്ചുനെ ഹുയിങ് സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നെ ഹുയിങ് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിലിരിക്കാതെ ബാക്കിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹോഞ്ചു ബാക്ക് ഡോർ ഒക്കെ തുറന്ന് അകത്തേക്ക് കയറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അങ്കിളും ഓടി സീറ്റിലൊക്കെ പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വഴികളില്ലാതെ ഹോഞ്ചുനും ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കേണ്ടതായിട്ടും വരുന്നു. അങ്ങനെ അവർ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺഹോയുടെ മറ്റൊരു മെസ്സേജ് കൂടി അവളുടെ ഫോണിലേക്കൊക്കെ വരികയാണ്. ഇന്നലെ ഞാൻ ഒരുപാട് ഇമോഷണൽ ആയി പോയി. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഇനി പ്രൊജക്ടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് നീ എന്നെ ഒന്ന് കോൾ ചെയ്യണം. നമുക്ക് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കാമെന്നായിരുന്നു അവന്റെ അടുത്ത മെസ്സേജ്.
അവരാകട്ടെ വാൾനട്ട് കേക്ക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനും അത് വേണോന്നൊക്കെ പറയുകയാണ്. അവൻ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളോട് അതൊക്കെ വായിൽ വെച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അതിനെ സമ്മതിക്കുന്നില്ല. അവളാകട്ടെ അതിലൊരു കേക്കൊക്കെ കഴിച്ചതിന് ശേഷം മറ്റൊരെണ്ണം അവനോട് തന്നെ കഴിച്ചോളുവാനൊക്കെ പറയുന്നു. അങ്ങനെ അവൻ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കുമാണ് യുഎസിൽ ഇതൊന്നും കിട്ടുകയില്ല എന്ന കാര്യമൊക്കെ അവൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഇത് കൂട്ട് കുറച്ചുകൂടി മേടിക്കാം എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും അവരും ഒരു കടലൊക്കെ കാണുകയാണ്. അതിനടുത്തുള്ള ഒരിടത്തൊക്കെ താമസിക്കുവാനായിട്ടും അവർ എത്തിയിരിക്കുന്നു. അവരാകട്ടെ സാധനങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ കടലിലേക്കൊക്കെ പോകുന്നു. പക്ഷെ നമ്മുടെ അങ്കിളും സാങ്കിളും മാത്രമായിരുന്നു കടലിലേക്കൊക്കെ ഫിഷിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള രണ്ടുപേരായിട്ടുള്ള ഹോഞ്ചും ഹോയിങ്ങും ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ എന്തായാലും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചോളാം. നീ അവരുടെ കൂടെ ഫിഷിങ്ങിനൊക്കെ പൊക്കോ എന്നൊക്കെ ഹോഞ്ചു പറയുന്നുണ്ടെങ്കിലും ഹോയിങ് അവളുടെ കയ്യിലൊക്കെ പിടിച്ചതിന് ശേഷം നീ പോകുന്ന സമയത്ത് ഞാനും നിന്റെ കൂടെ വരാം. അതല്ലാതെ ഇപ്പോൾ ഞാൻ നിന്നെ സഹായിക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ഹോഞ്ചുന്റെ അടുത്തും പറയുന്നു. ഹോഞ്ചും ഇപ്പോൾ ഹൈജിനെ കോൾ ചെയ്യുകയാണ്. അവളും കുറെ നേരമായിട്ട് ഹൈജിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും എത്രയും വേഗം ഹൈജി എത്തണമെന്നും ഒക്കെ അവളും പറയുന്നു. അടുത്തതായിട്ട് ക്യുങ്ടെക്കിനെ കാണിക്കുമ്പോഴത്തേക്കും ഹൈജിയുടെ അച്ഛൻ ക്യുങ്ടെക്കിന് വേണ്ടി ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈജി ആക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരായാലും അവരുടെ നമ്പറൊക്കെ ഞാൻ നിനക്ക് നൽകുന്നതായിരിക്കും. നീ എന്തായാലും ഡേറ്റിന് പോയേ മതിയാകൂ എന്നൊക്കെയാണ് അച്ഛനും അവന്റെ അടുത്തൊക്കെ പറയുന്നത്. അങ്ങനെ അച്ഛൻ പോയി കഴിയുമ്പോഴത്തേക്കും ഹൈജിയും ക്യുങ്ടെക്കിനെ കാണുന്നു. ഫിഷിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്കിൾ എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ സൺപിൽ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് മീൻ പിടിക്കുവാനായിട്ടൊക്കെ നോക്കുന്നത്. അങ്കിൾ ആകട്ടെ ഭയങ്കര ഉറക്കാണ്. ഹോയിങ്ങും ഹൗഞ്ചും കൂടി അവരുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് ഇതുവരെയായിട്ടും ഒരു മീൻ പോലും അവർ പിടിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ അവർക്കും മനസ്സിലാവുന്നത്. എന്തായാലും സഹങ്കില് ഹോയിങ്ങിനെ കിട്ടിയത് കൊണ്ട് തന്നെ തനിക്കൊരു കൂട്ടായെന്നൊക്കെ പറഞ്ഞ് മീൻ പിടിക്കുവാനായിട്ട് അവനെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി ഹോഞ്ചുവും അങ്കിളിനും അവിടെ കൂട്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂൺഹോയുടെ ഫ്രണ്ടും ബോസിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഹോഞ്ചുനെ ആയിരുന്നല്ലോ പ്രൊഡ്യൂസർ ആയിട്ട് ആനിമേഷൻ മൂവിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഹോഞ്ചുനെ മാറ്റണമെന്നൊരു അഭിപ്രായത്തിലാണ് അവനും എത്തിയിട്ടുള്ളത്. അതായത് അവനും വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ജൂൺഹോ ആകെ മദ്യപിച്ച് ഹോഞ്ചുന്റെ ലെറ്റേഴ്സ് ഒക്കെ വെച്ച് കിടക്കുന്നതായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ വീണ്ടും ഹോഞ്ചുനെ ഭാഗമാക്കുകയാണെങ്കിൽ അവൻ ആകെ ഇമോഷണൽ ആയിട്ട് തകർന്നു പോകുമെന്ന ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു ഫ്രണ്ടിനുണ്ടായിരുന്നതും. ആനിമേഷന് ഒരിക്കലും ലിമിറ്റ്സ് ഉണ്ടാവുകയില്ല. നമുക്ക് എത്രത്തോളം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിലും ആനിമേഷനിലൂടെ നമുക്ക് ഉണ്ടാക്കുവാനായിട്ടൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ആനിമേഷൻ സാധാരണ ഒരു മൂവിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. പിന്നെ ഹൗഞ്ചിനെ മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു മൂവിയും അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാൾ ഹോഞ്ചു ആണ്. വർക്കും പേഴ്സണൽ ലൈഫും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളല്ല ഹോഞ്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ഏറ്റവും നന്നായിട്ട് അവൾക്ക് ചെയ്യുവാനായിട്ടും സാധിക്കും. ജൂൺഹോയുടെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഫ്രണ്ടിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ മറ്റൊരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെക്കുകയാണ് ബോസും. അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല. അടുത്ത ആഴ്ച മുതൽ പ്രൊജക്ട് ഒക്കെ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ബോസിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാതെ പകരമായിട്ട് ജൂൺഹോയുടെ ഓഫീസിൽ പോയിട്ട് അവരുടെ ഒപ്പം വർക്ക് ചെയ്യുവാനായിട്ടാണ് ഹോഞ്ചുയുടെ അടുത്തും ബോസ് പറയുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ മറ്റു കാണാം. ബൈ.